ഇവര് ഈ വീട്ടിൽ വളർന്നവരല്ലേ, അതുകൊണ്ട് നമ്മുടെ കടമയാ ഇവരെ സൽസ്വഭാവികളാക്കാൻ. എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് ഇവരെ ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കണം. രാവിലെ പോകുന്നവരെ വൈകുന്നേരം മടങ്ങി വരുമ്പോ വീട്ടിൽ കയറ്റിയാൽ മതിയാവൂ. അതിനിവരെപ്പോഴാ വൈകുന്നേരം തിരിച്ചു വരുന്നത്? ഇവർക്ക് എപ്പോഴും ലേറ്റ് നൈറ്റ് പാർട്ടിയല്ലേ, പിന്നെ വീട്ടിൽ വരുന്നത് തന്നെ. നിനക്കിടയിൽ കയറി സംസാരിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ ഇവർ സത്യമാണ് പറഞ്ഞത്. മൈഥിലി പറഞ്ഞത് തന്നെയാണ് സത്യം. ഈ കുരുത്തം കെട്ടവർ നന്നാകുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. ഇവർക്ക് ഇവരുടെ പുറംചട്ട മാറ്റം ചിലപ്പോൾ സാധിക്കും, പക്ഷെ ഇവരുടെ മനസ്സ് അതൊരിക്കലും മാറുകയില്ല. ഇവര് മാപ്പ് കിട്ടാൻ അർഹതയില്ലാത്തവരാ. ഇപ്പോൾ ഇവർക്ക് ആരും മാപ്പ് കൊടുക്കില്ല. പ്രിയമോളെ ഇവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. പ്രിയ, ഞങ്ങളിൽ ആരും തന്നെ ഇവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഇക്കാര്യം വളരെ നന്നായി മനസ്സിലായിക്കോളൂ. ഇവരാരും വിട്ടു തരുന്ന ലക്ഷണവുമില്ല. ഇവരോടൊക്കെ സംസാരിച്ച് എൻ്റെ നാവ് കുഴഞ്ഞു തുടങ്ങി. ഞാൻ എന്താ പറയാ, നോക്കൂ, ഇത് നിങ്ങളുടെ തന്നെ രക്തമല്ലേ. സ്വഭാവം മാറുമായിരിക്കും, പക്ഷെ രക്തം മാറില്ലല്ലോ. ഒരത്യാവശ്യം വരുമ്പോ സ്വന്തം ജോലിയെ കാണൂ. ഇന്ന് തന്നെ അത് തെളിയിക്കപ്പെട്ടില്ലേ, മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ. നോക്ക് പ്രിയ, ഇവർക്ക് മാപ്പ് കിട്ടാൻ അർഹതയില്ലാത്തവരാ. ഇപ്പോൾ ഇവർക്ക് ആരും മാപ്പ് കൊടുക്കില്ല. പ്രിയമോളെ ഒരിക്കലും ഇവരോട് ക്ഷമിക്കരുത്, ഒരിക്കലും ക്ഷമിക്കരുത്. അദ്ദേഹം ക്ഷമിക്കും. കാരണം എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ഗിറ്റാറിനെ കാട്ടി വലുതാ. അതെങ്ങനെ വായിച്ചാലും സ്നേഹത്തിന്റെ സ്വരയെ കേൾക്കും. ശരി, നീ പറയുകയാണെങ്കിൽ ഞാൻ ഇവർക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള പെർമിഷൻ നൽകാം. ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ നിനക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള പെർമിഷനാണ് തന്നത്, അല്ലാതെ നിന്നോട് ക്ഷമിച്ചു എന്നല്ല. So stay away from me. നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതം കിട്ടിയില്ലേ, അപ്പം മാപ്പും ഉടനെ തന്നെ കിട്ടും. അലിയ, ഞാൻ എങ്ങോട്ടാ പോവാ? നീ അങ്ങോട്ട് പോവാനാ? എന്റെ കൂടെ കഴിഞ്ഞതുപോലെ കഴിഞ്ഞാ മതി. എന്നുവെച്ചാ നിനക്കിപ്പോ ഒരിടത്തും പോവാനില്ലാത്ത അവസ്ഥയല്ലേ. പിന്നെ നിനക്കറിയുന്ന മോഡലിംഗ് ഒക്കെ ചെയ്ത് നീ പണം ഉണ്ടാക്ക്. എന്നിട്ടൊരു ചെറിയ വീടൊക്കെ സ്വന്തമായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് പോയിക്കോ. ഞാൻ മോഡലിംഗ് വീണ്ടും തുടങ്ങാം, സ്വന്തം കാലിൽ നിൽക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പൊയ്ക്കോളാം. എന്റെ ദൈവമേ, ഈ കുരുത്തം കെട്ടവരുടെ ജോഡി വീണ്ടും ഒന്നായല്ലോ. ഇനിയിപ്പോ ഇവർ രണ്ടുപേരും കൂടെ കൂടി എന്റെ ജീവിതം തന്നെ കുളവാക്കും. അയ്യോ, ഇനി എനിക്ക് കള്ളങ്ങളൊന്നും പറയാൻ വയ്യ. എന്ത് ചെയ്യും? അവസാന തടവെടുക്കാം.
അയ്യോ ആ അയ്യോ തല അമ്മേ അയ്യോ തല ഇറങ്ങുന്നേ അയ്യോ തല വേദനിക്കുന്നേ അയ്യോ അയ്യോ ആ പ്രിയ വന്നേ, നമുക്ക് അവളെ റൂമിലേക്ക് കൊണ്ടുപോകാം. അലിയ, ഞാൻ എങ്ങോട്ടാ പോവാ? നീ എവിടെ പോവാനാ? എന്റെ കൂടെ താമസിച്ചിരുന്ന പോലെ താമസിച്ചോ. നീ എന്തിനാ പ്രിയ ഇങ്ങനെ ചെയ്തത്? അവരെന്തിനാ വീണ്ടും വീട്ടിലേക്ക്? എനിക്ക് അവരെ സഹിക്കാൻ കഴിയില്ല പ്രിയ. നിന്നെ ആരാണോ കൊല്ലാൻ ശ്രമിച്ചത്, നീ അവരെ തന്നെ വീണ്ടും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അലിയ, അലിയ, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഐ ആം സോ ഹാപ്പി. Home sweet home. And yes, we are back. You know my I'm so happy, അലിയ. തനു കുറച്ച് പതുക്കെ സംസാരിക്ക്. Don't forget, നിന്റെ ശബ്ദം പുറത്തു പോയാൽ എല്ലാവരും അത് കേൾക്കും. ഇനി എന്താ പ്രോബ്ലം? എല്ലാ പ്രോബ്ലം സോൾവ് ആയല്ലോ. Are you mad or what? നിനക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലേ? ലുക്ക് സ്വീറ്റ്, ആളുകൾ ബെയില് വാങ്ങി പുറത്തു വന്നാൽ പോലും പോലീസ് എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഇപ്പൊ നമ്മൾ പുറത്തു നിന്ന് അകത്ത് വന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോഴും നമ്മളിലാണ്. ഒബ്വിയസ്ലി മണ്ടന്മാരല്ല അവര്. നമ്മൾ മാറിയെന്ന് വിചാരിക്കാൻ. എല്ലാവരും വിചാരിക്കുന്നത് നമ്മളെ എങ്ങനെ പിടികൂടാന്നാണ്. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ? നിനക്കറിയാലോ ഈ വീട്ടിൽ ഏതെല്ലാം ടൈപ്പ് കാർട്ടൂൺസ് ഉണ്ടെന്ന്. ആർക്കറിയാം മൈഥിലി എടുത്തി പുറത്ത് ചെവിയും വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോന്ന്? ഓ, പുറത്ത് ആരുമില്ല. അതുകൊണ്ട് നീ എന്താ ചിന്തിക്കുന്നേ? ഒച്ച ഉണ്ടാക്കി എല്ലാവരും വിളിക്കണമെന്നാണോ? തനു സ്വീറ്റ്, ലിസൺ. ആരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. എസ്പെഷ്യലി മൈഥിലി എടുത്തി. നിനക്കറിയില്ല അവരുടെ സ്വഭാവം. ഇപ്പൊ മുറിയെ പോരുത് ചിന്തിക്കുമായിരിക്കും ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന്. ആദ്യം മനസ്സ് ചിന്തിക്കും, പിന്നെ ഇവിടെ വന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കും. യു ആർ റൈറ്റ്. നമ്മൾ മൈഥിലിയടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നേ പറ്റൂ. പിന്നെ ആ ഇന്ദു ആന്റിയും അവർ ചെവി കൂർപ്പിക്കുകയല്ല, ചെവി ഇളക്കി വെക്കും. യെസ്, യു ആർ റൈറ്റ്. ഇപ്പൊ നീ പറഞ്ഞ കാര്യം നമുക്ക് ചിന്തിക്കാം. കാരണം സ്വീറ്റായിട്ട് ഇന്ന് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിച്ച് ജീവിക്കണം. ശരിക്കുള്ള ടെൻഷൻ തുടങ്ങാൻ പോകുന്ന നാളെയാ. അപ്പൊ നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാലോ, അല്ലേ? ആലിയ, യു നോ വാട്ട്, നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഞാൻ അത്ര സന്തോഷത്തിലാ. പിന്നെ നീ പറഞ്ഞ ഞാൻ മ്യൂസിക് ഒന്നും ഇല്ലാതെ ഡാൻസ് ചെയ്തോളാം. നിനക്കിപ്പോ ഡാൻസ് കളിക്കണം അല്ലേ? അതെ, കാരണം ഞാനിന്ന് അത്ര സന്തോഷത്തിലാ. ഞാൻ മ്യൂസിക് ഇല്ലാതെ ഡാൻസ് ചെയ്തോളാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കില്ല. നോക്കിക്കേ, നമ്മൾ പ്രിയ കാരണം ഇവിടുന്ന് പുറത്തായത്. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിയ കാരണം നമ്മൾ അകത്തും എത്തി. സോ ലെറ്റ്സ് എൻജോയ്, ലെറ്റ്സ് ചിൽ ദിസ് പാർട്ടി. യു നോ വാട്ട് തനു, യു എൻജോയ്. ഞാനിപ്പോ എന്റെ ബെഡിൽ കിടന്നൊന്ന് ഉറങ്ങട്ടെ. യു നോ ദ തിങ് ഈസ്, ഞാൻ എത്രയോ ദിവസമായ വൃത്തികെട്ട നിഖിലിന്റെ ബെഡിൽ കിടന്നുറങ്ങുന്നു. ഫൈനലി എനിക്ക് എന്റെ ബെഡിൽ കിടന്നുറങ്ങുമ്പോ എന്റെ പഴയ ലൈഫ് തിരിച്ചു കിട്ടിയ പോലെ. ഓക്കെ, യു എൻജോയ്. ഓക്കെ. മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. അയ്യോ, ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാ. ഇങ്ങനൊരാളെ എങ്ങനെ പറഞ്ഞു പറ്റിക്കും? ഞാൻ അവരുടെ വലയെ കുടുങ്ങിപ്പോയല്ലോ. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ദൈവത്തിനറിയാല്ല. ഒരവസരം കിട്ടിയ ഞാൻ നിങ്ങളോട് എല്ലാ സത്യവും തുറന്നു പറയും. പാപത്തിൽ നിന്ന് മുക്തി ലഭിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോട് മാപ്പ് ചോദിക്കാനെങ്കിലും സാധിക്കുമല്ലോ. പ്രിയ, നീ ഇതെന്താ ചെയ്യുന്നത്? നീ ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ? അകത്തേക്ക് വാ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേന്ന്. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നിനക്ക് ഡിപ്രഷനും കൂടും.
പ്രിയ, ഞാൻ നിന്നോട് സത്യം ചെയ്തതല്ലേ, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന്. എന്റെ സത്യം പാലിക്കാൻ നീ എന്നെ സഹായിക്കില്ല അല്ലേ? സഹായിക്കും സഹായിക്കും. അത് പിന്നെ ഞാനൊരു സോറി പറയാന്ന് വിചാരിച്ചു. അതായത് തനുവും അയിലയും. അയിലയോ? ആലിയ? അതെന്നെ പറഞ്ഞതായില്ല. നിനക്ക് ആലിയുടെ പേര് പോലും ശരിക്കും പറയാൻ പറ്റുന്നില്ല അല്ലേ? ദൈവമേ, വരുന്നതിന് മുമ്പ് പേരെങ്കിലും ഒന്ന് നേരെ പറഞ്ഞു പഠിക്കേണ്ടതായിരുന്നു. ഒരു ഒടക്ക് വീണു നാവില്. ചില വാക്കുകൾ പറയാനേ വരൂല. അവരെ രണ്ടുപേരെയും നിങ്ങൾ ഈ വീട്ടിൽ താമസിപ്പിച്ചതിന് സോറി. അല്ല, ഞാൻ അവരെ രണ്ടുപേരെയും ഇവിടെ താമസിപ്പിക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതിന് സോറി. ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾ അകന്നു കഴിയും. എനിക്കെല്ലാം അറിയാം. നീ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണെന്ന്. നീ ഇപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നീ എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തിനാ കിടക്കുന്നേ? എന്തിനാ കിടക്കുന്നേ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ നിന്നോട് വിശ്രമിക്കാനല്ലേ പറഞ്ഞത്? അത് ശരി. അത് ശരിയെന്ന് വെച്ചാ നീ വേറെ എന്തെങ്കിലും ചിന്തിച്ചോ? അല്ല, നന്നായിട്ടുണ്ട്. ഈ മുറി വളരെ നന്നായിട്ടുണ്ട്. നീ പറയുന്ന കേട്ടാ തോന്നൂലോ നീ ഈ മുറിയിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന്. പിന്നെ നീ പോയതിനു ശേഷം ഞാൻ ഈ മുറിയിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയായിരുന്നു. ഇനി അതാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അതെ, അതന്നെ. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഞാനില്ലാതെ കഴിഞ്ഞത്? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് സംസാരിക്കരുതെന്നും ചിന്തിക്കരുതെന്നും. പോയി റെസ്റ്റ് എടുക്ക്. പോ പോ പോ. മരിച്ചുപോയ ഭാര്യയെ എന്തുമാത്രം സ്നേഹിക്കുന്നു പാവം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അടുത്ത ജന്മത്തില് നിങ്ങളെ രണ്ടുപേരെ ഉറപ്പായി ഒരുമിപ്പിക്കാൻ. ചേച്ചി, പ്രിയ അവർക്ക് മാപ്പ് കൊടുത്തത് പോട്ടെന്ന് വെക്കാം. പക്ഷെ അവരെ വീട്ടിൽ താമസിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അബി അവരെ വീട്ടിൽ നിന്നും പുറത്താക്കിയതല്ലേ? എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അവരോട് ഇവിടെ താമസിപ്പിക്കാൻ പറയിച്ചു. പ്രിയയുടെ ഈ തീരുമാനം എനിക്കും ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരാളോട് എപ്പോഴും ക്ഷമിക്കുന്നത് കൊണ്ട് ഇതല്ലേ സംഭവിക്കൂ. അവൾക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നതിനുള്ള അവസരം അത് ഉണ്ടാകും. പോട്ടെ, ആലിയെ ഇവിടെ താമസിപ്പിക്കാം. അവൾ ഈ വീട്ടിലെ കുട്ടിയല്ലേ. പക്ഷെ ആ കുരുത്തം കെട്ടവളെ, ആ തനുവിനെ ഇവിടെ താമസിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഹാ, ചെയ്യുന്നത് മുഴുവൻ തോന്നിവാസം. എന്നിട്ട് ഫുൾ ടൈം മേക്കപ്പും ചെയ്ത് കറങ്ങി നടക്കും. പിന്നെ ഈ വീട് തന്നെ അവൾ റാമ്പാക്ക് മാറ്റി. അവള് സ്വന്തം തറവാടെന്നാ വിചാരിക്കുന്നത്. എവിടെ പോയാലും തിരികെ ഇങ്ങോട്ട് തന്നെ കയറി വരും. അതെ ചേച്ചി, അഭി പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രിയയോട് പറഞ്ഞതായിരുന്നു, മോളെ നീ അത് ചെയ്യരുത്, ഇവൾ ഒരിക്കലും മാറാനേ പോകുന്നില്ല, ഇവരെ വീട്ടിൽ താമസിപ്പിച്ചാൽ വീട് തന്നെ നശിക്കുമെന്ന്. മതി, ഇനിയൊന്നും പറയരുത്. അഭി വരുന്നുണ്ട്. നിങ്ങളാരും ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്. നിങ്ങളാരും എൻ്റെ ഡിസിഷനിൽ ഓക്കെ അല്ല അല്ലേ? ഞാനും അങ്ങനെ തന്നെ. പക്ഷെ ഞാനതൊക്കെ ചെയ്തത് പ്രിയയ്ക്ക് വേണ്ടി മാത്രമാണ്. അച്ഛമ്മ, അവൾ ഒരുപാട് വേദന സഹിച്ചതല്ലേ? അവൾക്ക് വെടിയേറ്റിട്ട് 1 മാസത്തോളം അവൾക്ക് അകന്നു കഴിയേണ്ടി വന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവൾ എവിടെയായിരുന്നെന്നോ എങ്ങനെയായിരുന്നെന്നോ. അവൾ എന്നെ കാണാൻ കോൺസേർട്ട് നടക്കുന്നിടത്ത് വന്നപ്പോൾ അവിടെ വെച്ചും ആക്സിഡന്റ് ഉണ്ടായി. അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ നിന്ന് പോയി സൂയിസൈഡ് ചെയ്യാനായിട്ട്. അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്കാർക്കും അറിയില്ല അവളുടെ ബിഹേവിയറിൽ വന്ന ചേഞ്ച് എന്താണെന്ന്. അവളുടെ സംസാരത്തിൽ തന്നെ മാറ്റം വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞതാ അവള് വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്ന്. ഇനി ഞാനും കൂടെ അവളെ ഡിസ്റ്റർബ് ചെയ്താൽ എങ്ങനെയാ? അച്ഛമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഞങ്ങൾ എപ്പോഴൊക്കെ ഒന്നായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടായി വേർപിരിയുന്നു. ഇനി അത് പറ്റില്ല. ഞാൻ കാരണം ഇനി എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവൾ പറയുന്നത് എന്തും അനുസരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ, പക്ഷെ എന്താണെന്ന് അറിയില്ല. ആലിയും തനുവും കൂടി പറഞ്ഞ കഥകളുണ്ടല്ലോ, അത് വിശ്വസിക്കാനായിട്ട് മനസ്സേ വരുന്നില്ല. ഒരു കാര്യം കൂടി അബി, ഇനി ആലിയയുടെയും തനുവിന്റെയും അടവായിരിക്കുമോ? ഇനി അവർ തന്നെ ആയിരിക്കുമോ പ്രിയ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിച്ചത്? എന്നിട്ട് അവളെ പോയി രക്ഷിച്ച് അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെങ്കിലോ? ഇവൾ പറയുന്നത് ശരിയാണ്, അങ്ങനെ സംഭവിക്കാവുന്നതാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം പ്രിയ നിന്റെ ദൗർബല്യമാണെന്ന്. നീ പറഞ്ഞാൽ മാത്രമേ അവർ 2 പേർക്ക് മാപ്പ് കിട്ടുമെന്ന്. അക്കാര്യം അവരെ
രണ്ടുപേരും ചേർന്ന് പ്രിയയെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. മോനെ, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എപ്പോഴും അവരുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം. അച്ഛമ്മേ, ഞാൻ അവർ രണ്ടുപേരുടെയും വാക്കുകളിൽ വീണു പോയിട്ടുണ്ട്. അവരെപ്പോഴും എന്നെ ഇമോഷണൽ ഫൂളാക്കുമായിരുന്നു. പക്ഷെ ഇനി നടക്കില്ല. അതിനുള്ള അവസരം ഞാൻ ഇനി ഉണ്ടാക്കില്ല. എന്തൊക്കെ വന്നാലും പ്രിയയുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത് വരെ ഞാൻ അവരോട് ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല. പക്ഷെ അച്ഛമ്മേ, പ്രിയ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട. എന്നാൽ ശരി മോനെ, പ്രിയയെ ശ്രദ്ധിക്കണം. പിന്നെ അവർ രണ്ടുപേരിലൊരു കണ്ണുണ്ടായിരിക്കണം. ഞാനും ഇപ്പം പ്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് എന്തുമാത്രം കള്ളം പറഞ്ഞു. ഇവരെ പോലെ മലയാളം പറയാൻ എന്തൊരു പാട്. ഞാൻ എന്നോട് തന്നെ സംസാരിച്ചില്ലെങ്കിൽ എന്നെ കൂടെ പിടിച്ചേക്കാൻ പോലും പറ്റൂല. മോളെ തന്നെ കയറി നടക്കാം. ഇനിയിപ്പോ എന്നെ കൊണ്ട് എന്ത് നോക്കും? ഇവരൊക്കെ കാണിക്കണ തോന്നിവാസങ്ങളും കണ്ട് ചിരിച്ചോണ്ടിരിക്കാനോ? ഈ പ്രിയ ഇതെന്താ ചെയ്യുന്നേ? ഇവിടുന്ന് അവിടെ, അവിടുന്ന് ഇവിടെ. അവളുടെ വേഷം തന്നെ കണ്ടില്ലേ? ദാവണി ഉടുത്ത് നടക്കുന്നു. പിന്നെ അവളുടെ മുടി ഇത്രയും നീളം വെച്ചത് എങ്ങനെയാണ്? പക്ഷെ ഒരു കാര്യം കൊള്ളാം, ഞാൻ ഈ എത്തിയ സ്ഥലത്ത് നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട്. മൈഥിലി, വേഗം കാര്യം എന്താണെന്ന് കണ്ടുപിടിക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് വയറുവേദന തുടങ്ങും. ഓ, തറയൊക്കെ എന്തൊരു മിനുസാ. അതായത് ഒരു വശത്ത് മറു വശത്തേക്ക് ഒഴുകി പോവാ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ? ചിലപ്പോ അയ്യോ, ഇനിയിപ്പോ കറണ്ട് പോകുമ്പോ കത്തിക്കാനായിരിക്കും അല്ലേ? എല്ലാം ഫോറിൻ സാധനങ്ങളായിരിക്കും. ഇതെന്തോന്ന്? പ്ലേറ്റോ? കറുത്ത പ്ലേറ്റോ? ഇതില് ഭക്ഷണം താഴെ പോവല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനെ എറിഞ്ഞ് അതാരവിടെ? ആ അബി, നിന്നെ കണ്ടത് നന്നായി. ഞാൻ നിന്റെ അടുത്തേക്ക് വരുമായിരുന്നു. ഞാനിവിടെ തന്നെയുണ്ട്. നിനക്കല്ലേ എന്നോട് ദേഷ്യം ഞാൻ തനുവിനെ ആലിയും ഇവിടെ താമസിപ്പിച്ചതിന്? അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാം നീ പെർമിഷൻ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന്. നീ എന്ത് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് പ്രിയേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ്. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞു, ഇന്നും പറയുകയാണ്, നിന്റെ എന്ത് തീരുമാനത്തിനൊപ്പവും ഞാനുണ്ടാവും. ആ പക്ഷേ എന്ത് പക്ഷേ? എന്താന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം നിന്നോടൊപ്പം ഉണ്ടാവില്ല. എന്തുപറ്റി? നീ എവിടെ പോവാ? അതെ അബി, നമ്മുടെ ആ NRI ക്ലയന്റില്ലേ മിസ്റ്റർ നാരായണ മേനോൻ, അയാളുടെ എന്തൊരു ചെക്ക് കളക്ട് ചെയ്യണം. മിസ്റ്റർ നാരായണൻ ഷോയുടെ പേയ്മെന്റ് തന്നായിരുന്നോ? അയാളത് തന്നതാണ്, ഞാനാ വാങ്ങാതിരുന്നത്. അടുത്ത കൺസേർട്ടിന്റെ സൈനിങ്ങിന് പോകുമ്പോൾ ഒരുമിച്ച് വാങ്ങാന്നാ പറഞ്ഞത്. അദ്ദേഹം ഹരിയാനയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ചെക്ക് വാങ്ങാനായിട്ട്. ഹരിയാനയിലോ? ആ, അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ നിൽക്കുകയാണെന്ന്. അതൊക്കെ ശരി, അയാൾ പ്രോപ്പർട്ടി കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചെക്ക് കളക്ട് ചെയ്താൽ പോരെ? ഞാനും അയാളോട് അതാ പറഞ്ഞത്. പക്ഷേ അയാൾ അത് കഴിഞ്ഞാൽ ഇവിടെ വരാതെ തന്നെ നേരിട്ട് കാനഡയിലേക്ക് പറക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല, നേരെ അങ്ങോട്ട് പോവാ. ഇന്നത്തെ കാലത്ത് ചെക്ക് കളക്ട് ചെയ്യാനായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറില്ല. നീ എന്തായാലും അയാളോട് പറ, ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല, വളരെ വലിയ എമൗണ്ടാ. ആർക്കറിയാം, അയാൾ ഓക്കെ പറഞ്ഞിട്ട് ക്യാഷ് തരാതെ കാനഡയിലേക്ക് പോയാലോ?